മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ ജാനകിയമ്മ പാടി മടങ്ങി. അന്തരിച്ച വിഖ്യാത ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. മൃതദേഹം രാവിലെ 8-ന് ബോഗഡിയിലെ വസതിയിലെത്തിക്കും. മൈസൂർ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുദർശനം. കർണാടക സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വി വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനോദ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തലമുറകളുടെ സങ്കടത്തിലും സന്തോഷത്തിലും താരാട്ടിലുമൊക്കെ ശബ്ദമായി മാറിയ ഗായികയാണ് നമ്മളെ വിട്ടുപോകുന്നത്. അനുശ്രീ, തലമുറകളിലൂടെ ഒരു സംഗീതം കണക്കെ ഒഴുകിയ ജീവിതം, അതിനാണ് പരിസമാപ്തി, അതിനാണ് വിരാമമായിരിക്കുന്നത്. പക്ഷേ എക്കാലവും ശ്രോതാക്കൾ ഉള്ളിടത്തോളം കാലം ജാനകിയമ്മയുടെ പാട്ടുകൾ നമ്മുടെ ചുണ്ടുകളിൽ വിടരും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിലെത്തും. നമ്മൾ അതിൻ്റെ കേൾവിക്കാരായി എക്കാലവും അവശേഷിക്കും. ഇനിയും തലമുറകൾ അത്തരം ഗാനങ്ങൾ കേൾക്കും. ഒരുപക്ഷെ അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ പാടി എത്രയോ കോടി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ജീവിതം. അതത്ര ലളിതമായിരുന്നു, എത്ര കണ്ട് ലാളിത്യമുള്ളതായിരുന്നു ജാനകിയമ്മയുടെ ജീവിതം എന്ന് ഓർക്കുമ്പോഴാണ് ആ ഗാനങ്ങൾ കൂടി ആ ജീവിതവും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് സംഗീത ലോകത്തിന് കിട്ടിയ ഒരു മഹത്തരമായ സൃഷ്ടി, ആ ഒരു ജീവിതം സത്യത്തിൽ ഒരു വലിയ സൃഷ്ടി തന്നെയായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. ആ തരത്തിൽ ജനങ്ങൾ വേദനയോടുകൂടി കാണുന്ന ഒരു വിയോഗം തന്നെയാണ്. ഒരുപക്ഷെ വേദിയിൽ നിന്ന് വിട്ടുപോയിട്ട് പോലും ജനങ്ങളുടെ സമ്മർദ്ദപ്രകാരം വീണ്ടും വേദിയിലെത്തി പാട്ടുപാടുക എന്ന ഒരു ഗായിക, അതായത് ഒരു ഘട്ടത്തിലും ജാനകിയമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ശ്രോതാക്കൾക്ക് വേദികളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല, നിരവധി സ്റ്റേജുകളിൽ പാടുന്ന ജാനകിയമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം അങ്ങനെ അഭ്യസിക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അറിവ് വെച്ച് പാടി ഒരു പക്ഷേ ഇത്രയധികം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗായിക തന്നെ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തോ അല്ലെങ്കിൽ ഈ ഗാനശാഖയിലോ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അത്രയും മികവാർന്ന ജാനകിയമ്മയെ ചലച്ചിത്ര ലോകത്തുള്ള ആളുകൾ ഓർക്കുമ്പോൾ അവരുടെ പെരുമാറ്റം പോലും നമുക്കറിയാം. എത്ര ഇൻ്റർവ്യൂകളിൽ നമ്മൾ കണ്ടിരിക്കുന്നു, എത്ര സ്ഥലങ്ങളിൽ കണ്ടിരിക്കുന്നു. അവരുടെ വസ്ത്രധാരണവും പെരുമാറ്റവും സമീപനവും ആകെയുള്ള ജാനകിയമ്മയുടെ ഒരു ജീവിതം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലും, സംഗീതത്തിൽ മാത്രമല്ല ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് പാഠമാക്കേണ്ടതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു ജാനകിയമ്മ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് സംസ്കാരം നടക്കും. ഉച്ചകഴിഞ്ഞ് കനയകുടി ഫാം ഹൗസിലാണ് സംസ്കാര ചടങ്ങുകൾ. അതിനു മുൻപ് 8:30 മണിയോടുകൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൊതുദർശനം. മൈസൂരിലാണ്. ആന്ധ്രയിൽ ജനിച്ച ജാനകിയമ്മ അവസാന കാലത്ത് കർണാടകയിലായിരുന്നു അവരുടെ ജീവിതം ചെലവഴിച്ചത്. ആന്ധ്ര ഗുണ്ടൂരിലെ ആയുർവേദ ഡോക്ടർ ശിസ്ല രാമമൂർത്തിയുടെയും സത്യവതിയുടെ മകളായി 1938 ഏപ്രിൽ 23-നായിരുന്നു ജനനം. ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത് നാടക കലാകാരനായ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖരം, അദ്ദേഹത്തിൻ്റെ മകൻ രാമപ്രസാദുമാണ്. പിന്നീട് രാമപ്രസാദിനെ തന്നെയാണ് ജാനകിയമ്മ വിവാഹം ചെയ്തത്. 1958 വിവാഹം. 97 അദ്ദേഹം മരിച്ചതോടുകൂടിയാണ് സംഗീത രംഗത്ത് നിന്നും മാറി നിൽക്കാൻ ജാനകി തീരുമാനിക്കുന്നത്. പിന്നീട് ആരാധകർ നിർബന്ധിച്ചതുകൊണ്ട് തിരികെ വരികയായിരുന്നു. 1957 19-ാം വയസ്സിലാണ് മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജാനകിക്കൊരു ജോലി ലഭിക്കുന്നത്. ആ വർഷം തന്നെ പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിന് വേണ്ടി വിധീൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് തുടക്കം. തുടർന്ന് മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടാൻ കരാറായി. പിന്നെ ഇങ്ങോട്ടുള്ളത് ചരിത്രമാണ്. നമുക്കറിയാം എത്ര ഗാനങ്ങൾ, നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ഗാനങ്ങൾ, അതെല്ലാം തന്നെ പാടി തീർത്ത് അത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ജീവിതം ധന്യമാക്കി ജാനകിയമ്മ മടങ്ങുന്നത്. നമുക്ക് ചില പുരസ്കാരങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. 16 വയതിനില്ല, ഒരുപക്ഷെ തമിഴിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് തമിഴ് സിനിമയെ മാറ്റിക്കൊണ്ടുപോയ 16 വയതിനിലെ എന്ന സിനിമയിൽ 1977 ദേശീയ പുരസ്കാരം, ഗാനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. 1980 ഓപ്പോൾ എന്ന മലയാളം ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരത്തിന് അർഹയാകുന്നു. തെലുങ്കിലും തമിഴിലും പിന്നീട് തേവർ മകനും സിത്താര തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദേശീയ പുരസ്കാരം നേടിയെടുക്കുന്നു. കേരളത്തിൻ്റെ പുരസ്കാരങ്ങളും നിരവധി തവണ ജാനകിയമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും സിനിമാ ലോകത്തിനും സംഗീത ലോകത്തിനുമൊക്കെ വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിയോഗമുണ്ടായിരിക്കുന്നത്. അനുശ്രീയും ഒരു ഗായികയാണ്, അത്യാവശ്യം പാടുന്ന ഒരു ആളാണ്. ജാനകിയമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ട്, നമ്മുടെ ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ
രണ്ടുപേരി പാടാൻ കഴിഞ്ഞാൽ സന്തോഷം. ശരി വിനോദ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.